നമ്മുടെ അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദ് അമ്പലക്കടവിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു. ആ പോസ്റ്റിനകത്തൊരു കാർഡും കണ്ടു. ആ കാർഡിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: തീർക്കാൻ പറ്റാത്ത തടസ്സം എന്താണ്? അതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. തീർക്കാൻ പറ്റാത്ത ഒരു തടസ്സവുമില്ലെന്ന് ബഹുമാന്യനായ പാണക്കാട് കുടുംബത്തിലെ വളരെ സാത്വികനായ, ഏറ്റവും സാത്വിക ഭാവമുള്ളതെന്ന് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള, എന്നാൽ കണിശതയ്ക്ക് ഒരു കുറവും വരുത്താത്ത ഹൈദരലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന മനുഷ്യൻ കാണിച്ചു തന്നതാണ്. അദ്ദേഹം ഈ തീർക്കാൻ പറ്റാത്തതൊന്നുമില്ല എന്ന് തീർത്ത് കാണിച്ചതാണ്. തീർത്ത് കാണിച്ചതിന് ശേഷം സവർക്കറെപ്പോലും അത്ഭുതപ്പെടുത്തും വിധം മാപ്പേ മാപ്പെന്ന് ഒരു ലോഡ് മാപ്പുകൾ പറഞ്ഞാണ് തിരിച്ച് മുഖ്യധാരയിലെത്തിയത്. പക്ഷേ ഈ സാദുക്കലി തങ്ങൾ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു സൗമ്യതയും ഒരു വിട്ടുവീഴ്ചയും ആ പുഞ്ചിരിയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു മനോഹരമായ മനസ്സുമൊക്കെ മൂലമാണ് ഇത് തീർക്കാൻ വൈകിപ്പോകുന്നത്. അല്ലെങ്കിൽ എന്നേ മുക്കം ഉമർ ഫൈസിയെയും അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസിയെയും ഒക്കെ തീർത്തിരുന്നെങ്കിൽ ഈ വിഷയം എന്നേ പരിഹരിക്കുമായിരുന്നു. തീർക്കുക എന്നാൽ കൊന്നുകളയാന്നൊന്നുമല്ല, ഷാഫി ചാലിയത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തൂക്കിയെടുത്ത് പുറത്തിടുക. ആ തൂക്കിയെടുത്ത് പുറത്തിടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വിനയമില്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ അത്തരം സംഗതികളില്ലാത്തതുകൊണ്ടും ഒന്നുമല്ല. ഈ വിനയവും സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉള്ളതിനോട് കൂടി തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. ഏറ്റവും നിഷ്കളങ്കവും സർഗാത്മകവും ആത്മജ്ഞാനത്തിൻ്റെ പ്രകാശമായി തീരേണ്ട മതവിശ്വാസത്തിൽ ഈ പൗരോഹിത്യത്തിൻ്റെ സവിശേഷമായ ചില ഭാവപ്പകർച്ചകൾ പകർന്നു നൽകി അതുകൊണ്ട് ഉപജീവനമാർഗം നടത്തി മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തിൽ മാത്രം സ്വന്തം സ്വത്വത്തെ അങ്ങ് അടയാളപ്പെടുത്തി സ്ഥാപിച്ചു വെക്കുമ്പോൾ, ഈ ഞാനെന്ന ഭാവം നമ്മളോടൊപ്പം വളർന്നു വലുതായി അത് അഹംഭാവവും അഹങ്കാരവുമായി മാറുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം. അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദെ, അതാണ് പരിഹരിക്കപ്പെടേണ്ടത്. ഞാൻ സമസ്തയുടെ 100-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള മനോഹരമായ ഒരു സമ്മേളനത്തിൻ്റെ ആ സംഗതികളൊക്കെ കാണാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സമസ്ത സുന്നി വിഭാഗത്തിലെ ഈ അനുയായികളോട്, അതിൻ്റെ വിശ്വാസികളോട്, അതിൻ്റെ ഫോളോവേഴ്സിനോട് പറയാനുള്ളത്, ഞാൻ ആ പ്രസ്ഥാനത്തിനോ പ്രത്യയശാസ്ത്രത്തിനോ ഒന്നും എതിരുള്ള ആളല്ല. അത് മനോഹരവും ഭംഗിയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സുന്നി വിഭാഗമെന്ന ഒരാശയത്തിൽ ഊന്നി നിന്നുകൊണ്ട് കൂടുതൽ എനിക്കിഷ്ടവും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനകത്തെ ഏറ്റവും മനോഹരവും സ്വാഭാവികവുമായ ബന്ധങ്ങളെയും സ്നേഹങ്ങളെയും ഒക്കെ വലിയ പ്രോത്സാഹനത്തോടെ കാണുകയും എന്നാൽ അതിനെ തകർക്കുന്ന ശക്തികൾക്കെതിരെ പലപ്പോഴും ആഞ്ഞടിക്കുകയും ചെയ്യേണ്ടി വരുന്നത്. അതിന് കാശും കൈമുടക്കൊന്നും തന്ന് നമ്മളെയൊന്നും വിലയ്ക്ക് വാങ്ങാനാവില്ല. അങ്ങനെയൊക്കെ ഈ പറഞ്ഞതുപോലെ വിവരവും വിജ്ഞാനവും അറിവും പ്രാർത്ഥനയുമൊക്കെ വിറ്റ് ചികിത്സിച്ച ആളുകൾക്ക്, ജീവിക്കുന്ന ആളുകൾക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോകുന്നതാണ്. അവിടെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് മറുപടി പറയുന്നത്. അതുകൊണ്ട് ഈ സമസ്തയുടെ ഈ 100-ാം വാർഷിക സമ്മേളനം ഏറ്റവും മനോഹരമായ സന്ദേശങ്ങൾ മനുഷ്യർക്ക് നൽകുന്ന, അടയാളപ്പെടുത്തുന്ന ഒരു ചടങ്ങായി മാറണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. ഇപ്പോൾ അതിനിടയിൽ ഒരു കൊനഷ്ട് ചോദ്യവും ഒരു ദീർഘമായ കുറിപ്പുമായൊക്കെ അവിടെ എത്തി മഗ്‌രിബിന് ശേഷം നടന്നു വന്നപ്പോൾ സൂര്യൻ അസ്തമിച്ച അസ്തമാന സൂര്യത്തിൻ്റെ പ്രകാശം, ഇതൊന്നുമല്ല അതിൻ്റെ ഹക്ക് എന്താണ്? മാനി മുസ്ലിയാർ തിരിച്ചറിഞ്ഞതാണ് ഹക്ക്. ഓരോ സ്ഥാനത്തിരിക്കാൻ യോഗ്യത ആർക്കാണെന്ന് അനുഭവങ്ങളിലൂടെ തീരുമാനിക്കപ്പെടുന്ന അടയാളങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ അനുഭവങ്ങളാണ് നമ്മൾ ബാഹ്യമായി കാണുന്ന രൂപത്തെക്കാളും ഭാവത്തെക്കാളും ഒരു മിമിക്രി പോലെയോ മോണോ ആക്ട് പോലെയോ ബാഹ്യമായി നടത്തുന്ന കർമ്മങ്ങളെക്കാൾ അത് മനസ്സിലാക്കാൻ കഴിയുന്ന ആളാണ് മാനി മുസ്ലിയാരെ പോലെയുള്ള വലിയ മനുഷ്യർ. അങ്ങനെയുള്ള ആളുകൾ വന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈദരലി തങ്ങളെപ്പോലെ ഏറ്റവും സൂക്ഷ്മതയും സ്വന്തം പിതാവിൻ്റെ ആറ്റപ്പൂ എന്ന ഓമനപ്പേരിന് അർഹനായി മാറിയ, അത്രമേൽ നിശബ്ദതയും അത്രമേൽ ഉള്ളിൽ നിറയുന്ന ഈ കേവല രാഷ്ട്രീയ ബോധ്യങ്ങൾക്കപ്പുറത്തുള്ള ആത്മീയജ്ഞാനവും അടഞ്ഞ ആളെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഹൈദരലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തോട് ഒരു വസിയത്ത് പോലെ പറയുകയും യാതൊരു മുൻപിൻ നോക്കാതെ ആ വസിയത്ത് നടപ്പിലാക്കാൻ വേണ്ടി മാറ്റിയിരുത്തുകയും ചെയ്തതാണ് യഥാർത്ഥത്തിൽ അന്ന് വഴിമാറ്റിയിരുത്തിയത്. പിന്നീട് മാർഗതടസ്സമുണ്ടാകുന്നതിൻ്റെ ഭാഗമായി രാഷ്ട്രീയക്കാരെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്കെതിരെ
രഹസ്യമായി പ്രവർത്തനത്തിനെതിരെ ഇറങ്ങിയത് വ്യക്തമായ തെളിവുകൾ കിട്ടിയപ്പോൾ മൗനത്തിൻ്റെ മേലങ്കി അണിയുന്ന ഹൈദരലി ശിഹാബ് തങ്ങൾക്ക് വഞ്ചനയുടെ ആ മുഖം തിരിച്ചറിയുന്നതിന് ഒരു മടിയുമില്ലാത്ത വിധം പിടിച്ചു മാറ്റിയതാണ്. പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സവർക്കറേക്കാൾ കൂടുതൽ മാപ്പ് വല്ലാതെ പെയ്തിറങ്ങിയപ്പോൾ വീണ്ടും മടങ്ങിയെത്തിയതാണ്. ഇപ്പോഴത്തെ അരീക്കോട്ടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിരുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായ ജബ്ബാർ ഹാജി മത്സരിച്ചപ്പോൾ നടത്തിയ പ്രവർത്തനങ്ങൾ മതിയായിരുന്നു മാർഗതടസ്സം നീക്കാൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക്. പക്ഷേ അദ്ദേഹം കുറച്ചുകൂടി സൗമ്യമായ ഭാഷയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരികയായിരുന്നു. ഈ CIC-യുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി സാദിഖ് അലി ശിഹാബ് തങ്ങളും ബഹുമാന്യനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളും ചേർന്ന് ഉണ്ടാക്കിയ ധാരണ പ്രകാരം അതിൻ്റെ ചുമതലയുണ്ടായിരുന്ന അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരിയെ മാറ്റി മറ്റൊരാളെ നിയമിച്ചപ്പോൾ പരസ്യമായി വന്ന് അത് മൂർഖനാണെങ്കിൽ ഇത് കരിമൂർഖനാണ് എന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ ഓർമ്മ വരുന്നത് ചില രാഷ്ട്രീയക്കാർ സംഘടനാ വിഷയത്തിൽ വർദ്ധിത വീര്യത്തോടെ ഒരു പേഴ്സണൽ റിവെഞ്ച് പത്രസമ്മേളനം നടത്തുന്ന ഒരാളിനെയാണ്, അല്ലാതെ ഒരു മഹാമാനുഷിയായ പണ്ഡിതനെ അല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ മുതൽ ഇത് തീരരുത് എന്ന് വാശി പിടിച്ച് പൊതുവിൽ ബാറ്ററി ചാർജ് കുറവായ മുക്കം ഉമർ ഫൈസിക്ക് ബാറ്ററിയും ജനറേറ്ററുമായി പ്രവർത്തിച്ച് അതിൽ നിന്ന് പരമാവധി സ്വാഭാവികമായി പുറത്തു വരുന്ന ആ തന്മയത്വത്തിൻ്റെ സർഗാത്മകതയെ വാരി പുറത്തിട്ട് പരമാവധി പാണക്കാട്ട് സാദാത്തുക്കളെ ആക്ഷേപിക്കാനും അവരെ ഇകഴ്ത്താനും പല ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചതിൻ്റെ അതിരുവിട്ടപ്പോഴാണ് ഷാഫി ചാലിയം സംസാരിച്ചത്. അത് യഥാർത്ഥത്തിൽ അമ്പലക്കടവ് അമീദ് ഫൈസി പറയുന്നത് പോലെ ഒരു തടസ്സം മാറ്റാനുള്ള ശ്രമമായിരുന്നു. അവിടെ തൊട്ടതോടുകൂടി പലരും തന്ത്രപരമായി നിശബ്ദത പാലിച്ചെങ്കിലും ആ നിശബ്ദത വളരെ ഗാഢവും ഗൂഢവുമായ മറുപടിയാകുമെന്ന് തിരിച്ചറിഞ്ഞ് പെട്ടെന്നത് പാച്ചപ്പ് ചെയ്യുകയായിരുന്നു അതിലെ ബഹുമാന്യരായ പണ്ഡിതർ. ഇനി സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും സമ്മേളനത്തിന് പോട്ടെ, അവിടെ പരസ്പരം ചേർന്നിരുന്ന് പരിഹരിച്ച് സന്തോഷം പങ്കുവെച്ച് പിരിയട്ടെ. അവിടെയും വീണ്ടും കോലിട്ടിളക്കാൻ വേണ്ടി ആരാണ് മാർഗതടസ്സമെന്നും എന്താണ് തടസ്സമെന്നുമൊക്കെയുള്ള കുത്തിത്തിരിപ്പ് പോസ്റ്റുകളുമായി തീർക്കാൻ പറ്റാത്ത തടസ്സമുണ്ടോ എന്ന ചോദ്യവുമായൊക്കെ ഇറങ്ങി ആളുകളുടെ ശ്രദ്ധ മനോഹരമായ ഒരു സമ്മേളനത്തിൽ നിന്ന് കുത്തിത്തിരിപ്പിലേക്ക് തിരിച്ച് വഴികേടിലാക്കാൻ പണിയെടുക്കാതെ ഉസ്താദെ, പണിയെടുക്കാതെ പടച്ചോൻ പുറത്തു തരില്ല.